ഈ ചിന്നുപ്പാപ്പുവിൻ്റെ മൃതശരീരം മോർച്ചറിയിൽ പോയിട്ട് നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. ഏകദേശം ഒരു വൈകുന്നേരം ആകുമ്പോഴാണ് മോർച്ചറിയിൽ മൃതദേഹം ഉണ്ടെന്നും അത് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ ഞാൻ ഏകദേശം 7-8 വർഷക്കാലമായിട്ട് ഇത്തരത്തിലുള്ള മൃതദേഹങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ വൈകുന്നേരം അവിടെ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോവുകയും അവിടെ ഞാൻ പോകുന്ന സമയത്ത് ഈ പറയുന്ന ചിന്നുപ്പാപ്പുവിൻ്റെ അച്ഛൻ, അതോടൊപ്പം തന്നെ സഹോദരന്മാർ പോലീസിന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മോർച്ചറിയുടെ നേരെ എതിർവശത്തായിട്ട് ഒരു ഇരിപ്പിടമുണ്ട്, അവിടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് സുഹൃത്തുക്കൾ, അത്രമാത്രം 2 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരു ഇൻഫ്ലുവൻസർ മരണപ്പെട്ടപ്പോൾ ആ മൃതദേഹം കാണാൻ മോർച്ചറിയിൽ വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ആ മൃതദേഹം കാണാൻ വേണ്ടിയിട്ട് മോർച്ചറിയിൽ ഉണ്ടായിരുന്നത് എണ്ണാൻ പറ്റുന്ന കുറച്ച് മനുഷ്യർ മാത്രമായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് പിന്തുണ തരാൻ, നമുക്ക് ലൈക്ക് തരാൻ, നമുക്ക് കമൻ്റ് ഇടാൻ ഒരുപാട് മനുഷ്യരുണ്ടാകാം. പക്ഷേ അവസാനം നമ്മൾ വിട പറഞ്ഞു പോകുമ്പോൾ ഒരു നോക്ക് നമ്മളെ കാണാൻ, നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ എത്ര മനുഷ്യരുണ്ടാകും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിന്നുപ്പാപ്പുവിൻ്റെ മൃതശരീരത്തിൻ്റെ അടുത്ത് ഏകദേശം ഒരു അരമണിക്കൂറിൽ കൂടുതൽ ആ മോർച്ചറി പരിസരത്ത് നിന്ന ഒരാളെന്നുള്ള നിലക്ക് എൻ്റെ സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ 1 മണിക്കൂറിൽ കൂടുതലുണ്ടായിരുന്നു, ഒരു നാട്ടുകാരെന്നുള്ള നിലക്ക്. അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ഞാൻ പങ്കുവെക്കുകയാണ്. അങ്ങനെ മോർച്ചറിയിൽ പോയിട്ട് ഞാൻ ഈ ചിന്നുപ്പാപ്പുവിൻ്റെ മൃതശരീരം കണ്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ലാതെ വേദനിച്ചു പോയി എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ഒരു ചെറിയ പ്രായത്തിലുള്ള ഒരു സഹോദരി ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ ആരുടെ ആയാലും കണ്ണ് നനഞ്ഞു പോകും. എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ആ കുട്ടി ഇങ്ങനെ കുറച്ച് സമയം നോക്കി നിന്നു എന്നുള്ളതാണ്. എന്തിനാണ് മോളെ ഇങ്ങനെ ഒരു അരുതാത്തത് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തത് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. കാരണം ആ കുട്ടിക്കൊരു 4 വയസ്സുകാരനായ ഒരു മകനുണ്ട്. ഞാൻ ഈ പറയുന്ന ചിന്നുപ്പാപ്പുവിൻ്റെ മൃതദേഹം കാണാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുൻപ് ഞാൻ കണ്ട വീഡിയോ എന്ന് പറയുന്നത് ആ ചിന്നുപ്പാപ്പുവും ആ കുട്ടിയും, അതായത് ഇവർ രണ്ടുപേരും ഇങ്ങനെ ഏതോ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു റീലാണ് യൂട്യൂബിൽ പങ്കുവച്ചിട്ടുള്ളൊരു ഷോർട്സാണ്. ആ ഷോർട്സ് ഞാൻ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന മൃതദേഹം കാണാൻ വേണ്ടി പോയത്. എനിക്ക് പെട്ടെന്ന് കണക്റ്റായിപ്പോയി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിഫ കേസൊക്കെ എനിക്ക് കണക്റ്റായി. എനിക്ക് പെട്ടെന്ന് റിഫയൊക്കെ ഓർമ്മ വന്നു. ഇവള് മരിച്ചു, ഇവള് പോയി. റിഫ മരിച്ചു, റിഫ പോയി. പക്ഷേ ആരവിടെ ഒറ്റപ്പെടുന്നത്? റിഫയുടെ കുടുംബം, റിഫയുടെ മാതാവ്, പിതാവ്. ഇപ്പോഴും ഞാൻ പറയാണ്, റിഫയുടെ ഉപ്പ ഇപ്പോഴും ആ ഖബറിൻ്റെ അരികിൽ പോയിട്ട് പൊട്ടി കരയാറുണ്ട്. ആ മനുഷ്യന്, റിഫ മാത്രമാണ് ആ മനുഷ്യന് ചിന്ത. ഉമ്മ പറയാറുണ്ട് ആ മനുഷ്യന് വേറെ ഒരു ചിന്തവും ഇല്ല, ഭക്ഷണം പോലും ഇപ്പോഴും റിഫയുടെ ഉപ്പ കഴിക്കാറില്ല നേരെ എന്നാണ്. അവർ ആ മകനെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. നേരെ മറിച്ച് റിഫയുടെ ഹസ്ബൻഡ്, അയാൾ കല്യാണം കഴിച്ചു, അയാൾ അടിച്ചു പൊളിച്ചു ജീവിച്ചു പോവുകയാണ്. ഇപ്പോഴും ആ കുടുംബത്തിൻ്റെ കുറ്റം പറഞ്ഞ് അയാൾ ജീവിച്ചു പോവാണ്. തോന്നിവാസം പറഞ്ഞുകൊണ്ട് അയാൾ എങ്ങനെ പോവാണ്? അയാൾ ഹാപ്പിയായി ജീവിക്കുകയാണ്. മാനസ് നഷ്ടമായിരിക്കുക റിഫയുടെ കുടുംബത്തിന്, ആ പാവുമ്മക്ക്, പാവുപ്പയ്ക്ക്, ആ ചെറിയ മകന്, നമ്മുടെ ആ ചെറിയ കുട്ടിക്ക് വല്ലാത്തൊരു ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ്. സാനു വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവരുടെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉമ്മയെക്കുറിച്ചിട്ടുള്ള ഓർമ്മ വരുമ്പോൾ അവൻ എത്ര സങ്കടം ഉണ്ടാകും. ഞാനിവിടെ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ കണ്ട ഒരു ഷോർട്സ് വീഡിയോ ഉണ്ട്, ഞാനത് ഇവിടെ പ്ലേ ചെയ്യാം. എനിക്ക് വല്ലാത്ത സങ്കടം തോന്നിയതുകൊണ്ടാട്ടെ ഞാനിങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. എന്തിനു ചോദിച്ചെങ്കിൽ ഓൾറെഡി ടൗണിലേക്ക് എങ്ങനെയും പോകാനുണ്ടായിന്. ഞങ്ങൾക്ക് സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിക്കാനുണ്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നുള്ളത്. അപ്പോൾ പോകുമ്പോൾ എപ്പോഴും ബീച്ചിനുള്ള ഒരു പരിപാടിയാണ്, ഇങ്ങനെ തിരിക്കുന്നു. അങ്ങനെ അതെല്ലാം തിരിച്ചിട്ട് റോഡിലേക്ക് കൂടിയിട്ട് പോകുന്നുള്ളത്. റിക്ഷയ്ക്കാം വല്ല ബസ്സിനെ വേണ്ടി കാക്കുന്നുള്ളത് നമ്മളെ ബസ് സ്റ്റാൻഡ് കേസ്. അങ്ങനെ കാത്തോണ്ട് നിൽക്കുമ്പോൾ ബസ്സിന് കാക്കുമ്പോൾ റിക്ഷ വന്ന് കേസ്. അങ്ങനെ ഞാനും തിരിച്ചും പാഞ്ഞിട്ട് റിക്ഷൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറേ എന്തെല്ലാം ഇങ്ങനെ രണ്ടാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയെല്ലാം കാണിച്ച് നമ്മളെ റിക്ഷ ഡ്രൈവർ നേരെ നമ്മളെ കൊണ്ടുപോയിട്ട് മുള്ളേരത്ത് ടൗണിൽ വിട്ട്. ഒന്നാമത് സ്കൂൾ വിട്ട ടൈം ആയതുകൊണ്ട് തന്നെ കുറേ പിള്ളേരുണ്ടായി. അപ്പോൾ കുറേ ആൾ ചിരിച്ചോണ്ട് കളിച്ചോണ്ട് മുണ്ടിക്കൊണ്ടെല്ലാം ഉണ്ടായി. ഞാൻ അതൊന്നും നോക്കിയിട്ട് ഞാൻ ഒറ്റൊരു നടത്തും. എനിക്ക് ഡോക്ടറെ കാണണം, അത്രേ ചിന്തയുള്ള 10 രൂപ കീസൊക്കെ ഇടുന്നത് എത്ര നേരമായി അറിയാം. അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഡോക്ടർ ഇല്ല കൈസ്, മൂഞ്ചി. അതിൻ്റെ അപ്പുറം തന്നെ ഇല്ലേ ഒരു പൈസ ഇടുന്ന കാണിക്ക ഡബ്ബയുണ്ട്. അപ്പോൾ അവിടെ എപ്പോഴും മഞ്ഞപ്പൊടി വെച്ചിട്ടുണ്ടാവും. അതിൽ പോകുമ്പോൾ തീച്ചൂട്ടനെ എപ്പോഴും അവിടെ ചെരുപ്പ് ഊരിയിട്ട് പ്രാർത്ഥിച്ചിട്ട് മഞ്ഞപ്പൊടി ഇടാതെ വരില്ല കൈസ്. തീച്ചൂട്ടൻ്റെ
ചെക്കൻ അല്ലേ, ചെറിയ ചെക്കൻ എന്ത് ഹാപ്പിയോട് കൂടിയിട്ടാണ് അവളുടെ കൂടെ സഞ്ചരിക്കുന്നത്. ശരിയാണ്, അവർ ഡിവോഴ്സഡ് ആയിട്ടുണ്ടാവാം, അവർ സെപ്പറേറ്റ്, അതൊക്കെ അവരുടെ പേഴ്സണൽ ജീവിതമാണ്, ഒരാളുടെ സ്വകാര്യ ജീവിതമാണ്. അതൊക്കെ നമ്മളതിൽ കയറിയൊന്നും ഇടപെടാൻ ആവശ്യമില്ല. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാകാം. എല്ലാ ബന്ധങ്ങളും നേരെ പോയിക്കൊള്ളണമെന്നൊന്നുമില്ല. പല ബന്ധങ്ങൾക്ക് പല പ്രശ്നങ്ങളും പല കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. മനുഷ്യരുടെ ജീവിതം അങ്ങനെയാണ്. അപ്പോൾ ഒത്തുപോകാൻ പറ്റാത്ത ജീവിതങ്ങൾ മാറ്റിവെക്കേണ്ടി വരും, ഒഴിവാക്കേണ്ടി വരും. അതൊന്നും ഒരാളുടെ തെറ്റോ കുറവോ അല്ല. അയാൾ മറ്റൊരു പങ്കാളിയായിട്ട് ജീവിക്കും. അതിനൊക്കെ നമ്മുടെ രാജ്യത്ത് അനുവാദമുണ്ട്. അതിൽ നമുക്ക് പല കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം. പക്ഷേ അവരുടെ ഒരു ശരിയുണ്ട് അതിൽ, അത് നമുക്കറിയില്ല. ഈ കുട്ടി നിങ്ങളൊന്ന് നോക്കിയ ആ വീഡിയോയിൽ അവൻ എത്ര ഹാപ്പി ആയിട്ടാണ് അവളുടെ കൂടെയുള്ളത്, എത്ര സന്തോഷത്തോടു കൂടിയാണ് അമ്മയോടൊപ്പം ചെലവഴിക്കുന്നുള്ളത്. അവനിനി അമ്മയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം, അതാണ് എന്നെ വേദനിപ്പിച്ചത്. ഇതിലെ ദുരൂഹതകളും ഇതിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അവനിനി അമ്മയില്ല, ഒരു യാഥാർത്ഥ്യമാണ് എന്നെ വേദനിപ്പിച്ചത്. അങ്ങനെ വരുമ്പോൾക്ക് കുറച്ച് എൻ്റെ വീഡിയോ കാണുന്ന 2-3 പിള്ളേർ എന്തോ വീഡിയോ കാണുന്ന ആൾക്കാരെന്ന് തോന്നുന്നു. അവരൊക്കെ കുറച്ച് ബിസിയെല്ലാം പറഞ്ഞിട്ട് നേരെ നമ്മളെ ഫുഡ് തിന്നുന്നിടത്തേക്ക് പോയി. അതായത് നമ്മൾ എപ്പോഴും ഷവർമ തിന്നാൻ വേണ്ടിയിട്ട് പോകുന്നൊരു സ്പോട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ഈ ഏട്ടനെ ഭയങ്കര ഇഷ്ടം, കാരണം ഇവിടെ സർവീസ് അടിപൊളിയാക്കാം. അങ്ങനെ ഷവർമയും ഒരു ജ്യൂസും ഫ്രഷ് ലൈമും ഓർഡറാക്കി. ഈ ചുട്ടന് കുറച്ച് സോസ് ഇട്ടിട്ട്, സോസ് ഇല്ലെങ്കിൽ അത് തിന്നല്ല, കുറച്ച് സോസ് ഇട്ടിട്ട് ഷവർമ പൊളിച്ച് കൊടുത്ത് അതിങ്ങനെ ആർത്തിയിട്ട് വേണമെന്ന് പറയും. പക്ഷെ ഒരു കണ്ടം തിന്നല്ല ഗൈസ്, ഞാൻ എന്നെ തിന്നേണ്ടി വരും ലാസ്റ്റ്. ഒരു കണ്ടം തിന്ന് ഫോണെല്ലാം നോക്കിയിട്ട് ഐഡിയ ആക്കിയിട്ട് ഒരു കണ്ടം കൊടുത്ത് ഗൈസ്. പിന്നെ 2-3 കുറി ബായിൽ തിന്ന്, കാരണം ഷവർമ പിന്നെ അൽഫാം അങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടം. പക്ഷെ എപ്പം ഒരിക്കൽ ഞാൻ മേടിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഫുള്ള് ഞാൻ എന്നെ തിന്ന് ഗൈസ്. ബക്കാസൂറിനെ പോലെ കാണുന്നില്ലേ, ആവും. കുറേ പിള്ളേരെല്ലാം ഉണ്ടായി ആ ഗാഡ. കുറച്ച് എന്താ പറയുന്നത്, എന്നെ അറിയാത്ത, എൻ്റെ സ്വഭാവം അറിയാത്ത കുറേ പിള്ളേർ, എന്നെ കണ്ടെങ്കാവാത്ത കുറേ പിള്ളേർ, എന്നെ ഇഷ്ടമല്ലാത്ത പിള്ളേർ, ഇഷ്ടമുള്ള പിള്ളേർ കുറേ ആളുണ്ടായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ അവർ പോയി, അതായത് ചിന്നുപാപ്പു പോയി. പക്ഷെ ഈ പറയുന്ന കുട്ടി 100% അവൻ അവൻ്റെ അമ്മയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടാകാം. എൻ്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടാക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ മരിച്ചു പോയതിന് ശേഷം നിങ്ങളുടെ കുട്ടി എൻ്റെ അമ്മ എവിടെ എന്ന് ചോദിക്കുന്ന ദയനീയമായ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുമോ? നിങ്ങൾ ആ ഒരു കാര്യം ചിന്തിച്ചാൽ ഒരിക്കലും ഉണ്ടാവില്ല. എവിടേക്കോ എത്തിപ്പോയിരിക്കുകയാണ് നമ്മുടെ സമൂഹം, എവിടേക്കോ പോയിരിക്കുകയാണ്. ഇപ്പോഴും സുഹൃത്ത് പറയുന്നത് ഞങ്ങൾ തമ്മിൽ വിഷയങ്ങളുണ്ടായിരുന്നു, പക്ഷേ ആത്മഹത്യ ചെയ്യാൻ മാത്രമുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒന്നും അറിയില്ല, എല്ലാം അന്വേഷിക്കട്ടെ, പോലീസിനെ നമുക്ക് വിടാം. പക്ഷെ നഷ്ടമായിരിക്കാം ആ അച്ഛനും ആ അമ്മക്കും ആ സഹോദരന്മാർക്കും മാത്രമുള്ള നഷ്ടത്തിനപ്പുറത്ത് വേറൊന്നുമില്ല, വേറൊന്നും നേടിയിട്ടില്ല. ആത്മഹത്യയിലൂടെ എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ നിലവിളി നേടി, ആ കുഞ്ഞിൻ്റെ ഒറ്റപ്പെടൽ നേടി, ആ കുഞ്ഞിന് ഒരമ്മയെ നഷ്ടപ്പെട്ടു. ഒരമ്മയെ ഒരു കുഞ്ഞിന് നഷ്ടപ്പെടുകയാണെങ്കിൽ ലോകം ആ കുഞ്ഞിന് നഷ്ടപ്പെട്ടതിന് തുല്യമാണ്. അവൻ തിരിച്ചു വരുമായിരിക്കും, അവൻ നല്ല ഭാവി ഉണ്ടാവുമായിരിക്കും, അവൻ ചിലപ്പോൾ നാളുകളിൽ നല്ലൊരു നിലയിലേക്ക് അവൻ എത്തുമായിരിക്കാം. പക്ഷേ അമ്മ എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ സ്നേഹം ആ കുഞ്ഞിന് ഇനി ലഭിക്കുമോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യമാണ്. ഈ മരണപ്പെട്ടു പോയ ചിന്നുപാപ്പുവിലൂടെയെങ്കിലും നമ്മൾ പഠിക്കണം, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, ആത്മഹത്യ ഒരു നേട്ടവുമല്ല. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് പലതും പറഞ്ഞ ആളുകൾ ഉണ്ടാക്കും, ഒരു മറുപടി പോലും നിങ്ങൾക്ക് നൽകാനാവില്ല. നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ചില സത്യങ്ങൾ, ആ സത്യങ്ങൾ ഒരിക്കൽ പോലും ആരും അറിയാൻ പോകുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഭാഗ്യം കൊണ്ട് തെളിവുകളുടെ രൂപത്തിൽ വന്നു പോകാവുന്ന സാധ്യതകളുടെ കണികകളുടെ ഒരു അംശം, അങ്ങനെ വേണം പറയാൻ, എന്തായാൽ അറിയും. ഇല്ലെങ്കിൽ ഒരുപാട് സത്യങ്ങൾ നിങ്ങളിലൂടെ അങ്ങ് പോകും. നിങ്ങൾക്ക് എതിർവശത്തുള്ള മനുഷ്യർ ഇങ്ങനെ കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടേ ഉണ്ടാകും. വേട്ടയാടുന്നത് നിങ്ങളെയല്ല, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളെ വിശ്വസിച്ച മനുഷ്യരെ, നിങ്ങളെ സ്നേഹിച്ച മനുഷ്യരൊക്കെ ആയിരിക്കാം. തിരിച്ചറിയണം, തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് നമ്മുടെ സമൂഹം വരണം. ഒരു കാരണവശാലും ആത്മഹത്യ പരിഹാരമല്ല.